നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി. രക്ഷാദൌത്യം നിർത്തിവെക്കാനാകില്ലെന്നും തുടരണമെന്നും നിർദ്ദേശം. കാസർഗോഡ് ജില്ലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കവർച്ചാ പരമ്പര. കാസർഗോഡ് താലൂക്കിൽ ഒരാഴ്ചയ്ക്കിടെ മാത്രം 3 ഇടങ്ങളിലാണ് കവർച്ചയും കവർച്ചാശ്രമവും നടന്നത്. വയനാടിന്റെ അതിജീവനത്തിന് യുവതയുടെ കൈത്താങ്ങ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ സ്നേഹചായക്കട തുറന്ന് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി. തുളുനാടിന്റെ 53 തനത് ഭക്ഷണ വിഭവങ്ങൾ നിറക്കാഴ്ചയൊരുക്കിയ ആട്ടിക്കൂട്ടം നാടിന്റെ ഉത്സവമായി. പരിവാര ഭണ്ഡര സംഘമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി. സംസ്ഥാനത്ത് കന്നുകാലികൾക്ക് കുളമ്പു രോഗത്തിനും ചർമ്മമുഴ രോഗത്തിനുമെതിരായ സംയുക്ത പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. മഞ്ചേശ്വരം KJയിൽ ഭൂമി വീണ്ടുകേറിയ പ്രദേശം ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ സന്ദർശിച്ചു. കൊഡ്ലമൊഗറുവിലെ കുന്നിടിച്ചിലുണ്ടായ സ്ഥലവും സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ ലോറി ഉൾപ്പെടെ കാണാതായ അർജുൻ അടക്കമുള്ള 3 പേർക്കായുള്ള തിരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി. രക്ഷാദൌത്യം നിർത്തിവെക്കാനാകില്ലെന്നും തുടരണമെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ തുടരണമെന്നുത്തരവിട്ട് കർണാടക ഹൈക്കോടതി. രക്ഷാദൌത്യം നിർത്തിവെക്കുവാനാകില്ലെന്നും തുടരണമെന്നും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. റെഡ് അലേർട്ട് കാരണം ദൗത്യം 5 ദിവസം നിർത്തിവെച്ചതാണെന്നാണ് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഹർജി അടുത്ത തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. നേരത്തെ ശിരൂർ സംഭവം വളരെ ഗൗരവപ്പെട്ടതാണെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ദൗത്യം ഗൗരവകരമായി കാണണമെന്ന് ഹൈക്കോടതി വിലയിരുത്തിയിരുന്നു. കർണാടക സർക്കാരിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. നിലവിലെ തൽസ്ഥിതി ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ട് കർണാടക സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അർജുനായുള്ള തിരച്ചിൽ 14-ാം ദിവസം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളെ തുടർന്നാണ് ദൗത്യം അവസാനിപ്പിച്ചിരുന്നത്. കാലാവസ്ഥ അനുകൂലമായാൽ ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരുന്നത്. ദൗത്യം അവസാനിപ്പിച്ചതിന് 6 ദിവസത്തിനു ശേഷം ദൗത്യം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല. ഇതിനിടയിലാണ് കർണാടക ഹൈക്കോടതി നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മൊഗ്രാൽ സർവീസ് സഹകരണ ബാങ്ക് ശാഖയിൽ കവർച്ചാശ്രമം. കാസർഗോഡ് നിന്നുള്ള വിരലടയാള വിദഗ്ധരും പോലീസ് നായയും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സർവീസ് സഹകരണ ബാങ്കിന്റെ മൊഗ്രാൽ ശാഖയിൽ കവർച്ചാശ്രമം. ശനിയാഴ്ച കർക്കിടക വാവ് ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ബാങ്കിന്റെ ജനൽ ഗ്രിൽ തകർത്തായിരുന്നു മോഷ്ടാക്കൾ അകത്തുകടന്നത്. ബാങ്കിൽ നിന്ന് പണമോ സ്വർണമോ നഷ്ടപ്പെട്ടിട്ടില്ല. തൊട്ടടുത്ത വെൽഡിംഗ് ഷോപ്പിൽ നിന്ന് സാധന സാമഗ്രികൾ ശേഖരിച്ചായിരുന്നു ഗ്രിൽ തകർത്തത്. പോലീസ് നായ മണം പിടിക്കുന്നത് തടയുന്നതിനായി മുറിക്കുള്ളിൽ മുളകുപൊടി വിതറിയാണ് മോഷ്ടാക്കൾ മടങ്ങിയത്. കവർച്ച നടന്ന രാത്രിയിൽ നല്ല മഴയുമുണ്ടായിരുന്നു. കാസർഗോഡ് നിന്നുള്ള വിരലടയാള വിദഗ്ധരും പോലീസ് നായയും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാസർഗോഡ് നിന്നെത്തിയ പോലീസ് നായ പരിസരത്ത് മണം പിടിച്ച ശേഷം സുനാമി കോളനി ഭാഗം വരെ ഓടിയെത്തി. ബാങ്ക് കവർച്ചാ ശ്രമത്തിന് തലേന്നാണ് മൊഗ്രാലിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATMൽ മോഷണ ശ്രമം നടന്നിരുന്നത്. ഞായറാഴ്ച അവധിയായതിനാൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് കവർച്ച നടത്തുവാൻ ശ്രമിച്ചതെന്ന് കരുതുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM മോഷണ ശ്രമ കേസിലെ പ്രതി അറസ്റ്റിൽ. മൊഗ്രാൽ കൊപ്പളത്തെ AM മൂസ ഫഹദാണ് പിടിയിലായത്. കുമ്പള പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കത്തിയടക്കമുള്ള ആയുധങ്ങളുമായി പ്രതിയെ പിടികൂടിയത്. ATM കവർച്ചയ്ക്ക് ശ്രമിച്ച 21-കാരനെ കത്തിയടക്കമുള്ള ആയുധങ്ങളുമായി കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു. മൊഗ്രാലിലെ AM മൂസ ഫഹദാണ് പിടിയിലായത്. കുമ്പള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മൊഗ്രാലിലുള്ള ATM സെന്റർ കവർച്ച ചെയ്യാനായിരുന്നു ശ്രമം. കഴിഞ്ഞ 31-ന് പുലർച്ചെയായിരുന്നു സംഭവം. പോലീസ് വാഹനം കണ്ട് പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. 4 വർഷമായി ഗൾഫിലായിരുന്ന പ്രതി നാട്ടിൽ വന്നതിന് ശേഷം ജോലിയൊന്നുമില്ലാതെ കറങ്ങുകയായിരുന്നു. റോബിൻഹുഡ് സിനിമകളുടെ ആരാധകനായ യുവാവ് പോലീസിന്റെ മികവ് പരിശോധിക്കുവാനാണ് കവർച്ചാശ്രമം നടത്തിയതെന്നും പറയപ്പെടുന്നു. ഇതിനായി യുവാവ് തിരഞ്ഞെടുത്തതാകട്ടെ സ്വന്തം നാട്ടിൽ തന്നെയുള്ള ATM കേന്ദ്രവും. അറസ്റ്റ് ചെയ്യുമ്പോൾ യുവാവിന്റെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു. മോഷണ ശ്രമത്തിന് ഉപയോഗിച്ച മുട്ടി, സ്ക്രൂ ഡ്രൈവർ എന്നിവ പ്രതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കുമ്പള പോലീസ് ഇൻസ്പെക്ടർ KP വിനോദ് കുമാറിനൊപ്പം സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ വിനോദ്, മനോജ്, മനു, സുഭാഷ്, പ്രമോദ്,
ചന്ദ്രൻ, ഗോകുൽ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബദിയടുക്ക മണിയമ്പാറയിൽ വീട്ടിൽ നിന്നും 4.5 ക്വിന്റൽ അടക്ക മോഷണം പോയി. മണിയമ്പാറയിലെ സുനൈനയുടെ വീട്ടിൽ നിന്നുമാണ് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന അടക്ക മോഷണം പോയത്. സംഭവത്തിൽ ബദിയടുക്ക പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണിയമ്പാറയിൽ നിന്നും 4.5 ക്വിന്റൽ അടക്ക മോഷണം പോയി. മണിയമ്പാറയിലെ സുനൈനയുടെ വീട്ടിൽ നിന്നുമാണ് സ്റ്റെയർ കേസ് റൂമിൽ ചാക്കിലാക്കി സൂക്ഷിച്ച ഉലിച്ച അടക്ക മോഷണം പോയത്. സുനൈനയും കുടുംബവും ശനിയാഴ്ച ഉച്ചയ്ക്ക് വീട് പൂട്ടി ബന്ധുവീട്ടിൽ പോയതായിരുന്നു. ഞായറാഴ്ച രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. വീടിന്റെ പൂട്ട് പൊളിച്ചാണ് കവർച്ചക്കാർ അകത്തു കടന്നത്. അതേസമയം ഗേറ്റിലെ പൂട്ട് പൊളിക്കാതെ മതിൽ ചാടിയാണ് കവർച്ചക്കാർ വീട്ടിനകത്ത് കടന്നതെന്ന് സംശയിക്കുന്നു. വിവരമറിഞ്ഞ് ബദിയടുക്ക പോലീസ് സ്ഥലത്തെത്തി വീട്ടുകാരുടെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കവർച്ചാ പരമ്പര. ഒരാഴ്ചയിൽ മാത്രം 3 ഇടങ്ങളിലാണ് കവർച്ചയും കവർച്ചാ ശ്രമവും റിപ്പോർട്ട് ചെയ്തത്. കാലവർഷം ശക്തമായതോടെയാണ് കവർച്ചാ സംഘങ്ങൾ സജീവമായത്. ഒരിടവേളയ്ക്ക് ശേഷം കാസർഗോഡ് ജില്ലയിൽ കവർച്ചകൾ പെരുകുന്നു. ശക്തമായി പെയ്യുന്ന മഴയുടെ മറവിലാണ് കവർച്ചാ സംഘങ്ങൾ വിലസുന്നത്. ഒരാഴ്ചക്കിടെ മാത്രം കാസർഗോഡ് താലൂക്കിൽ മാത്രമായി 3 ഇടങ്ങളിലാണ് കവർച്ചയും കവർച്ചാ ശ്രമവും റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 31 പുലർച്ചെ കുമ്പള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മൊഗ്രാലിലുള്ള ATM സെന്ററിലെ കവർച്ച നടന്ന് 5 ദിവസങ്ങൾക്കുള്ളിലാണ് ഒരു കവർച്ചാ ശ്രമവും ഒരു കവർച്ചയും നടന്നത്. മൊഗ്രാൽ സർവീസ് സഹകരണ ബാങ്ക് ശാഖയിലാണ് കവർച്ചാശ്രമമുണ്ടായത്. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണിയമ്പാറയിലാണ് കവർച്ചയുണ്ടായത്. ശനിയാഴ്ച കർക്കടകവാവ് ദിവസം രാത്രിയിലായിരുന്നു മൊഗ്രാൽ സർവീസ് സഹകരണ ബാങ്ക് ശാഖയിൽ കവർച്ചാശ്രമമുണ്ടായത്. ബാങ്കിൻ്റെ ജനൽ ഗ്രിൽ തകർത്തായിരുന്നു മോഷ്ടാക്കൾ അകത്തു കടന്നത്. ബാങ്കിൽ നിന്നും പണമോ സ്വർണമോ നഷ്ടപ്പെട്ടിട്ടില്ല. തൊട്ടടുത്ത വെൽഡിംഗ് ഷോപ്പിൽ നിന്നും സാധന സാമഗ്രികൾ ശേഖരിച്ചായിരുന്നു ഗ്രിൽ തകർത്തത്. ഞായറാഴ്ച അവധിയായതിനാൽ മുൻകൂട്ടി ആസൂത്രണം നടത്തിയാണ് ബാങ്ക് കവർച്ചയ്ക്കെത്തിയതെന്ന് സംശയിക്കുന്നു. ബദിയടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മണിയമ്പാറയിൽ നിന്നും 4.5 ക്വിന്റൽ അടക്കയാണ് മോഷണം പോയത്. മണിയമ്പാറയിലെ സുനൈനയുടെ വീട്ടിൽ നിന്നുമാണ് സ്റ്റെയർ കേസ് റൂമിൽ ചാക്കിലാക്കി സൂക്ഷിച്ച ഉലിച്ച അടക്ക മോഷണം പോയത്. സുനൈനയും കുടുംബവും ശനിയാഴ്ച ഉച്ചയ്ക്ക് വീട് പൂട്ടി ബന്ധുവീട്ടിൽ പോയതായിരുന്നു. ഞായറാഴ്ച രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. വീട്ടുകാരുടെ പരാതിയിൽ കേസെടുത്ത ബദിയടുക്ക പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുമ്പള സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM മോഷണശ്രമ കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുമ്പള പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കത്തിയടക്കമുള്ള ആയുധങ്ങളുമായി മൊഗ്രാൽ കൊപ്പളത്തെ AM മൂസ ഫഹദ് എന്ന യുവാവിനെ പിടികൂടിയത്. മോഷണ ശ്രമത്തിന് ഉപയോഗിച്ച മുട്ടി, സ്ക്രൂ ഡ്രൈവർ എന്നിവ പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ഇത്തരത്തിൽ അടിക്കടിയുണ്ടാകുന്ന കവർച്ചയും കവർച്ചാ ശ്രമങ്ങളും ജനങ്ങളിൽ കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത്. പോലീസിന്റെ രാത്രി പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ ശക്തമാക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയനാടിന്റെ അതിജീവനത്തിന് യുവതിയുടെ കൈത്താങ്ങ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ സ്നേഹചായക്കട തുറന്ന് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സൃഷ്ടിച്ച ആഘാതങ്ങളിൽ നിന്ന് കരകയറാനുള്ള വയനാടിന്റെ ശ്രമങ്ങൾക്ക് കൈത്താങ്ങായി കാഞ്ഞങ്ങാട്ടെ യുവത. ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിന് കൈത്താങ്ങാവാൻ വ്യത്യസ്ത മാതൃക സൃഷ്ടിച്ച് സ്നേഹചായക്കടയുമായി ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി. കാഞ്ഞങ്ങാട് നഗരത്തിൽ ആരംഭിച്ച സ്നേഹചായക്കടയിൽ ചായയും പലഹാരവും നൽകി ആളുകൾ അവർക്കിഷ്ടമുള്ള തുക ബോക്സിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് ചായക്കടയുടെ പ്രവർത്തനം. പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരങ്ങളായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും ഉണ്ണിരാജ് ചെറുവത്തൂരും ചേർന്ന് നിർവഹിച്ചു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ വയനാട്ടിലെ ജനങ്ങൾക്കായി നാട് ഒത്തുചേരുകയാണെന്ന് PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. വയനാട്ടിലുണ്ടായ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അഭിമുഖീകരിക്കാത്ത വലിയ ഒരു ദുരന്തമാണ്. ഈ ദുരന്തത്തെ നേരിടാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു വലിയ പിന്തുണ കൊടുക്കേണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ പുനരധിവാസം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ പുനരധിവാസത്തിന് നമ്മുടെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം, അത് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒത്തുചേരുകയാണ്. അതിന് നമ്മുടെ ഒരു കൂട്ടായ്മ ഇവിടെ നടക്കുന്ന ഈ സ്നേഹചായ പരിപാടി എല്ലാവരും സഹകരിക്കണം എന്നാണ് വിനീതമായി അപേക്ഷിക്കേണ്ടത്. ഈ ദുരന്തമുഖത്തെയും നമ്മൾ അതിജീവിക്കുമെന്ന് വയനാട്ടിലെ കുടുംബങ്ങളുടെ പുനരധിവാസത്തിന് കൈകോർത്തുകൊണ്ട് ഉണ്ണിരാജ് ചെറുവത്തൂർ പറഞ്ഞു. കാഞ്ഞങ്ങാട് ടൗണിൽ ഒരു ചായക്കട, അപ്പം വന്നൊരു ചായ കുടിച്ച് ഇല്ല പൈസ ഇതിലേക്ക് ഇടണം, അങ്ങനെ പ്രത്യേക പൈസയൊന്നും പറയുന്നില്ല.
അത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റില്ല, ഒരു മനുഷ്യന് എന്താണ് ചെയ്യാൻ പറ്റില്ല, അതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്, വേറൊന്നുമില്ല. അതിപ്പോൾ സർക്കാർ കൂടെയുണ്ട്, ഏത് ഘട്ടത്തിലുണ്ട്. കാരണം ഇതിനു മുമ്പേയും വലിയൊരു അതിജീവനത്തിൽ വന്നവർ തന്നെയാണ്. അപ്പോൾ എല്ലാം തരണം ചെയ്യും, അതൊരു സംശയമില്ല. വയനാട്ടിൽ സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിനായി വൈവിധ്യപൂർണമായ പ്രവർത്തനങ്ങളാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നതെന്ന് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പറഞ്ഞു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബല്ലത്ത് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനീഷ് കുറുമ്പാലം, ഹരിത നാലപ്പാടും, ബ്ലോക്ക് ഉപഭാരവാഹികളായ യതീഷ് വാരിക്കാട്ട്, ഡോക്ടർ ആര്യ AR തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി വി ഗിനീഷ് സ്വാഗതം പറഞ്ഞു. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കുശാൽ നഗറിലെ ജാൻവി തന്റെ രക്ഷിതാവിനോടൊപ്പം ചായക്കടയിലെത്തി തന്റെ നാണയത്തുട്ടുകളുടെ ശേഖരം സംഘാടകർക്ക് കൈമാറിയത് ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പോയ കാലത്തെ ഭക്ഷണ സമൃദ്ധി വിളിച്ചോതി ആട്ടിക്കൂട്ടം. പരിവാര ഭണ്ഡര സംഘം കാസർഗോഡ് മേഖലാ യുവവേദികയുടെയും മഹിളാ വേദികയുടെയും ആഭിമുഖ്യത്തിൽ കൊറുവയലു ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്ര പ്രാർത്ഥനാ മന്ദിരത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. തുളുനാടിന്റെ 53 തനത് ഭക്ഷണ വിഭവങ്ങൾ നിറക്കാഴ്ചയൊരുക്കിയ ആട്ടിക്കൂട്ടം നാടിന്റെ ഉത്സവമായി. പഴയകാല ഭക്ഷണശീലങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുവാനും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാനും ലക്ഷ്യമിട്ടാണ് ആടിമാസത്തിൽ ആട്ടിക്കൂട്ടം നടത്തുന്നത്. പോയ കാലത്തെ കുടുംബ സൗഹൃദത്തിൻ്റെയും ആരോഗ്യകരമായ ഭക്ഷണശീലത്തിൻ്റെയും ഓർമ്മയുണർത്തുന്ന ആട്ടിക്കൂട്ട തുളുനാട്ടിലെ ഭക്ഷണോത്സവമാണ്. പരിവാര ഭണ്ഡര സംഘം കാസർഗോഡ് മേഖലാ യുവവേദികയുടെയും മഹിളാ വേദികയുടെയും ആഭിമുഖ്യത്തിൽ കൊരുവയലു ശ്രീ ദുർഗാ പരമേശ്വരി ക്ഷേത്ര പ്രാർത്ഥനാ മന്ദിരത്തിൽ സംഘടിപ്പിച്ച ആട്ടിക്കൂട്ട ഭക്ഷണ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. പാനക, പത്രൊടെ, ബസളേപ്പുണ്ടി, മഞ്ചന്ത ഇറത്തൈ അഡ്യെ, പെലക്കായി പായസ, ചക്ക അഡ്യെ തുടങ്ങിയ തുളുനാടിൻ്റെ സംസ്കൃതി വിളിച്ചോതുന്ന 53 തനത് ഭക്ഷണ വിഭവങ്ങളാണ് ഇവിടെ നിറക്കാഴ്ചയൊരുക്കിയത്. അംഗങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയാണ് വിഭവങ്ങൾ ഇവിടെ എത്തിച്ചത്. പ്രദേശത്തിൻ്റെ തനത് ഭക്ഷണ സംസ്കാരം പുനരുജ്ജീവിപ്പിക്കുവാനും സാമുദായിക കൂട്ടായ്മയുൾപ്പെടെ ಪ್ರೋತ್ಸಾಹಿപ്പിക്കുവാനും ಆಟಿಕ್കൂട്ടം പോലെയുള്ള ಆಘೋಷങ്ങൾ ಸಹಾಯಕರമാകുന്നുവെന്ന് സംഘാടകരിലൊരാളായ ಸುರೇಶ್ ನಾಯ್ಕ್ പറഞ്ഞു. ಮಹಿಳೆಯರು ಯಾವ ರೀತಿಯಲ್ಲಿ ಜೀವಿಸ್ತಾ ಇದ್ರು, ಆದರೆ ನಿಜವಾಗಿ ಕೂಡ ಈ ಗೆಡ್ಡೆ ಗೆಣಸುಗಳು, ಈ ಸೊಪ್ಪುಗಳು ಆರೋಗ್ಯಕ್ಕೆ ಹಾನಿಕರವಾಗಿರಲಿಲ್ಲ. ಬದಲಾಗಿ ಆರೋಗ್ಯಕ್ಕೆ ಇದು ಮದ್ದಿನಾಂಶವನ್ನು ಇರುವಂತಹ ಶ್ರೇಷ್ಠ ವಸ್ತುಗಳಾಗಿದ್ದು ಈ ನಾವು ಇವತ್ತು ತಿನ್ನುವಂತಹ ಸೊಪ್ಪುಗಳು ಹಾಗೂ ಇನ್ನಿತರ ಗೆಡ್ಡೆಗಳು. ಇದನ್ನು ನಮ್ಮ ಮಕ್ಕಳಿಗೆ ಇವತ್ತು ನಾವು ಹೇಳಿಕೊಡಬೇಕಾಗಿದೆ. ಯಾಕೆಂದರೆ ಇದನ್ನು ಮರಿಬಾರ್ದು. ಯಾಕೆಂದರೆ ಇವತ್ತು ನಾವು ತಿಂತಿರುವಂಥದ್ದು ಎಲ್ಲವೂ ಕೂಡ ವಿಷಗಳು. ಎಲ್ಲಿ ಕೂಡ ಹೋದರೂ ಕೂಡ ನಮಗೆ ವಿಷಾಂಶ ಮಿಶ್ರಿತವಾದಂತಹ ತಿನ್ನುವಂಥ ವಸ್ತುಗಳಿಗೆ ಇವತ್ತು ಸಿಕ್ಕುವಂಥದ್ದು. പ്രകാശ് നായിക് ആലിക്കോളി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കിഷൻ കുമാർ അമൈ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന ദമ്പതികളായ കൃഷ്ണനായിക് ബീരന്ത് ബയൽ മോഹിനി ദമ്പതികളെ ആദരിച്ചു. കൊല്ലമ്പാടി ശങ്കരനായിക് ദമ്പതികളാണ് ആദരവേകിയത്. ശ്രുതി സുരേഷ് പരിപാടി നിയന്ത്രിച്ചു. സുരേന്ദ്ര നായിക് നന്ദി പറഞ്ഞു. നാടിൻ്റെ ഉത്സവമായി മാറിയ ആട്ടിക്കൂട്ട പരിപാടിയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് കന്നുകാലികൾക്ക് കുളമ്പ് രോഗത്തിനും ചർമ്മമുട രോഗത്തിനുമെതിരായ സംയുക്ത പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ 5ാം ഘട്ടവും ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ 2ാം ഘട്ടവും ഒന്നിച്ച് തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ 13 വരെയാണ് ജില്ലയിൽ നടക്കുന്നത്. 20ാമത് കന്നുകാലി സെൻസസ് അവലംബമാക്കിയുള്ള വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ 73,968 പശുക്കളും 1,506 എരുമകളും ഉൾപ്പെടെ 75,474 കന്നുകാലികളെ കുത്തിവയ്പ്പിന് വിധേയമാക്കും. 2025 രാജ്യത്ത് കുളമ്പ് രോഗം നിയന്ത്രണ വിധേയമാക്കുകയും 2030 കുളമ്പ് രോഗ വിമുക്ത ഭാരതം സൃഷ്ടിക്കുകയും എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനം നടത്തുന്നതെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുളമ്പ് രോഗത്തിനും ചർമ്മ മുഴക്കുമെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് 12 മണിയോടുകൂടിയാണ് നമ്മുടെ ഉദ്ഘാടനം നടക്കുന്നത്. ചെങ്കള പഞ്ചായത്തിലെ നെല്ലിക്കട്ടയിലെ ഒരു ഫാമിൽ വെച്ചാണ് അതിൻ്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ജില്ലയിലെ 103 സ്ക്വാഡുകൾ എല്ലാ വീടുകളിലും എത്തി ഈ നമ്മുടെ ജില്ലയിലുള്ള 73,968 പശുക്കളും 1,506 എരുമകളും ഉൾപ്പെടെ 75,474
കന്നുകാലികളാണ് കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടത്. 2030 ആകുമ്പോഴേക്കും കുളമ്പ് രോഗ വിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ മനോജ് കുമാർ PK, ADCP ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മഞ്ജു S, ADCP ഡിസ്ട്രിക്ട് എപ്പിഡെമിയോളജിസ്റ്റ് ക്രിസ് ഐൻസ്റ്റീൻ, K ശകുന്തള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് കാസർഗോഡ് മേഖലാ കമ്മിറ്റി കുടുംബസംഗമം നടത്തി. ഭാരതീയ മസ്ദൂർ സംഘ് BMS സ്ഥാപക ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭാരതീയ മസ്ദൂർ സംഘ് BMS ജൂലൈ 23 സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് കാസർഗോഡ് മേഖലാ കമ്മിറ്റി കുടുംബസംഗമം നടത്തി. BMS ജില്ലാ സെക്രട്ടറിയും ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് ജില്ലാ അധ്യക്ഷനുമായ KV ബാബു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വീടുകളിൽ നിന്ന് രാവിലെ എഴുതി നമ്മുടെ ഭർത്താവ് എവിടെയൊക്കെ പോകുന്നത്, രാവിലെ എഴുതി പോയി ആ ഒരു ജോലി സ്ഥലത്തേക്ക് പോയി കഠിനമായ ജോലി ചെയ്ത് വൈകുന്നേരം വീട്ടിലേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഇന്നത്തിനായി കൊണ്ടുവരാൻ കഷ്ടപ്പെടാൻ വേണ്ടിയാണ് അവർ പോകുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് നമ്മുടെ അച്ഛൻ അമ്മ എന്നുള്ളത് കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളൊരു ബോധം നശിച്ച കാലത്തിലൂടെയാണ് പോകുന്നത്. ഇന്ന് അച്ഛന്റെയും അമ്മയുടെയും ഉത്തരവാദിത്തമാണ് നമ്മളെ വളർത്തേണ്ടത് എന്നുള്ള ചിന്തയിലേക്കാണ് പോകുന്നത്. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് കാസർഗോഡ് മേഖലാ അധ്യക്ഷൻ ലോകേഷ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് ജില്ലാ സെക്രട്ടറി P ദിനേശ്, BMS കാസർഗോഡ് മേഖലാ സെക്രട്ടറി റിജേഷ് JP നഗർ എന്നിവർ സംസാരിച്ചു. ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് കാസർഗോഡ് മേഖലാ സെക്രട്ടറി ശിവപ്രസാദ് താളിപ്പടപ്പ് സ്വാഗതവും ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് മധൂർ മേഖലാ സെക്രട്ടറി ബാബുമോൻ ചെർക്കള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൊച്ചിൻ ഓർത്തോപീഡിക് സൊസൈറ്റിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച മാലോം സെന്റ് ജോർജ് ഫെറോന പള്ളി ഓഡിറ്റോറിയത്തിൽ സൗജന്യ അസ്ഥിരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും. കൊച്ചിയിലെ എല്ലാ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിൽ നിന്നുമുള്ള വിദഗ്ധരായ 40 ഡോക്ടർമാരുടെ സേവനം മെഡിക്കൽ ക്യാമ്പിലുണ്ടാകും. എല്ലാവരും മെഡിക്കൽ ക്യാമ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് കൊച്ചിൻ ഓർത്തോപീഡിക് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ജോൺ തയ്യൽ ജോൺ അറിയിച്ചു. അർബുദ ചികിത്സയുടെ ഡിറ്റക്ഷൻ ക്യാമ്പും നടക്കുന്നതാണ്. ഈ ക്യാമ്പിന് നമുക്ക് സഹകരണ സഹായം നൽകുന്നത് ബാലോം പഞ്ചായത്ത്, ഗ്രാമിക മാലോം, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാലോം ആൻഡ് കൊന്നക്കാട് യൂണിറ്റുകൾ, വെള്ളരിക്കുണ്ട് ലയൺസ് ക്ലബ്, ചൈത്രവാഹിനി ഫാമേഴ്സ് ക്ലബ് കൊന്നക്കാട്, വിൻഡേജ് ഹോസ്പിറ്റലാണ്. ഈ ക്യാമ്പിൽ ഓർത്തോപെഡിക്സിലുള്ള വിവിധ സബ് സ്പെഷ്യാലിറ്റികളായ സ്പോർട്സ് ഇഞ്ചുറീസ്, സന്ധി മാറ്റിവെക്കൽ, സ്പൈൻ സർജറി, പീഡിയാട്രിക് ഓർത്തോപെഡിക്സ്, ഫുട്ട് ആൻഡ് ആങ്കിൾ, ഷോൾഡർ സർജറി, ഇങ്ങനെ വിവിധ സബ് സ്പെഷ്യാലിറ്റീസിലുള്ള ഡോക്ടേഴ്സ് പങ്കെടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ ഡോക്ടർ സന്തോഷ് ജോൺ എബ്രഹാം, പ്രസിദ്ധനായ അർബുദ ശസ്ത്രക്രിയാ വിദഗ്ധൻ നമ്മളോടൊപ്പം ചേരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അസ്ഥിയിലുള്ള അർബുദമോ അല്ലെങ്കിൽ ആമാശയം, തൈറോയിഡ്, ബ്രസ്റ്റ് മുതലായുള്ള അർബുദമുണ്ടെങ്കിൽ അതിൻ്റെയും ഡിറ്റക്ഷനും ഡോക്ടർ ചെയ്തു തരുന്നതായിരിക്കും. ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവരും എക്സ്റേ, CT സ്കാൻ, MRI സ്കാൻ, ബ്ലഡ് ടെസ്റ്റ് മുതലായവ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാമായിട്ട് വേണം വരാനായിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് കാർഡുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. ഈ ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന നിർധരായ രോഗികൾക്ക് നമ്മൾ സൗജന്യ നിരക്കിൽ കാസർഗോഡോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഉള്ള വിവിധ ഹോസ്പിറ്റലുകളിൽ സൗജന്യ നിരക്കിൽ നമ്മൾ സർജറി ചെയ്യുന്നതായിരിക്കും. മുസ്ലിം ലീഗ് ഓഫീസുകൾ ജനസമ്പർക്ക കേന്ദ്രങ്ങളായി മാറിയ കാലഘട്ടമാണിതെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പേക്കടം പെരിയോത്ത് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ശിലാസ്ഥാപനം നടത്തി സംസാരിക്കുകയായിരുന്നു തങ്ങൾ. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലാണ് 2 നിലകളിലായി സ്മാരക സൗധം നിർമ്മിക്കുന്നത്. പേക്കടം പെരിയോത്ത് ജംഗ്ഷനിലെ 2 സെന്റ് ഭൂമിയിലാണ് മുസ്ലിം ലീഗ് ശാഖാ കമ്മിറ്റിക്ക് കെട്ടിടമുയരുക. ശിലാസ്ഥാപന ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ N റാഫി അധ്യക്ഷത വഹിച്ചു. അൻവർ തങ്ങൾ പ്രാർത്ഥന നടത്തി.
മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി AGC ബഷീർ, VV അബ്ദുള്ള ഹാജി, TP അഹമ്മദ് ഹാജി, PKM കുട്ടി, ഷംസുദ്ദീൻ IT, അബ്ദുള്ള ജൂബിലി, സജ്ജാദ് പെരിയോത്ത്, TS നജീബ്, MTP നിബ്രാസ്, അസറുദ്ദീൻ മണിയനോടി, VPP ഷുഹൈബ്, മെഹബൂബ് IT, സിറാജ് വടക്കുംപാട്, ജാബിർ തങ്കയം, AK മുംതാസിർ, C സവാദ്, AK നൌഫൽ, N സഹൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മുതിർന്ന മുസ്ലിം ലീഗ് നേതാക്കളായ EK അഹമ്മദ് കുഞ്ഞിഹാജി, MS ഹമീദ് എന്നിവരെ മുനവറലി ശിഹാബ് തങ്ങൾ ആദരിച്ചു. MSF ലിറ്റിൽ സ്റ്റാർ അവാർഡിന്റെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തീരദേശ ഹൈവേ അലൈൻമെന്റിൽ വലിയപറമ്പ് പഞ്ചായത്തിലെ തൃക്കരിപ്പൂർ കടപ്പുറത്ത് മാറ്റം വേണമെന്ന ആവശ്യം പരിഗണിക്കപ്പെടുന്നു. ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് സംയുക്ത സ്ഥലപരിശോധന നടത്താൻ MLA വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. വലിയപറമ്പിലൂടെ കടന്നുപോകുന്ന നിർദ്ദിഷ്ട തീരദേശ ഹൈവേ നിർമ്മാണത്തിനുണ്ടാക്കിയ ആദ്യ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന നാട്ടുകാരുടെ ആരോപണം പരിഹരിക്കാനാണ് തൃക്കരിപ്പൂർ MLA M രാജഗോപാലിന്റെ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങിയത്. 56 കോടിയുടെ പാലാണ്. എത്രയോ കാലമായിട്ട് നമ്മുടെ ഈ പാണ്ഡ്യാലക്കടവ് പാലം സ്വപ്നം കാണുന്നില്ല. എന്നൊക്കെ തന്നെ അറിയാലോ, ഞങ്ങൾ അനുഭവസ്ഥരല്ല. അങ്ങനെയാണ് ഒരു ലോട്ടറി അടിച്ചത്. തീരദേശ ഹൈവേന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമുക്ക് 2 പാലം ലോട്ടറി അടിച്ചാൽ അപ്പുറത്തും പാലം കിട്ടി, ഇപ്പുറത്തും പാലം കിട്ടി. അപ്പൊ അങ്ങനെ കിട്ടിയൊരു പദ്ധതിയാണ്. അപ്പൊ നമ്മുടേതായിരിക്കുന്ന ഒരു സഹകരണമില്ലായ്മ അല്ലെങ്കിൽ അത്തരം പിന്നെ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പരസ്പരം ഇത്തരം കാര്യങ്ങളെല്ലാം വന്ന് ഒരു പദ്ധതി നഷ്ടപ്പെടാതെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. വലിയപറമ്പ് പഞ്ചായത്തിന്റെ തെക്കൻ മേഖലയിലെ 5-ാം വാർഡിലുള്ള നിരവധി കുടുംബങ്ങളാണ് പ്രശ്നങ്ങൾ അധികൃതർക്ക് മുന്നിൽ ഉയർത്തിയത്. ഇതിന്റെ ഭാഗമായി സംയുക്ത സ്ഥലപരിശോധന നടത്താൻ വലിയപറമ്പിൽ ചേർന്ന യോഗത്തിൽ ധാരണയായി. തർക്കം രൂക്ഷമായിട്ടുള്ള 5-ാം വാർഡിലെ ഗുണഭോക്താക്കളും നാട്ടുകാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരും അലൈൻമെന്റ് രൂപപ്പെടുത്തിയ IDEC അധികൃതരും ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് ഈ മാസം സ്ഥലപരിശോധന നടത്തുന്നതിന് തീരുമാനിച്ചത്. യോഗത്തിൽ ദ്വീപിന്റെ വികസനത്തിനാകെ നേട്ടമുണ്ടാക്കുന്നതാണ് തീരദേശ ഹൈവേ എന്ന് M രാജഗോപാലൻ MLA പറഞ്ഞു. വലിയപറമ്പിലൂടെ 15 കിലോമീറ്റർ ദൈർഘ്യത്തിലൂടെയാണ് തീരദേശ ഹൈവേ കടന്നുപോകുമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 5-ാം വാർഡിലെ 4.6 കിലോമീറ്റർ നീളത്തിലാണ് സംയുക്ത പരിശോധന നടത്തുക. 2 വർഷം മുൻപ് പ്രദേശവാസികളെ പങ്കെടുപ്പിച്ച് പഞ്ചായത്ത് ഹാളിൽ നടത്തിയ വീഡിയോ ദൃശ്യത്തിൽ മറ്റു ഭാഗങ്ങളിലെന്ന പോലെ കടൽ തീരം വഴിയാണ് തീരദേശ ഹൈവേ കടന്നു പോകുന്നതായി കാണിച്ചത്. ഒരു വീട് നഷ്ടപ്പെടുമെന്നും വിശദീകരിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന അലൈൻമെന്റിൽ കടൽ തീരത്ത് നിന്ന് പാത 5-ാം വാർഡിലെത്തുമ്പോൾ ദിശ മാറി ജനവാസ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നതായും 28-ൽ പരം വീടുകളെ പദ്ധതി ബാധിക്കുന്ന സ്ഥിതിയുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഇതോടെ പ്രദേശത്തെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയായിരുന്നു. പാതയുടെ പിങ്ക് കല്ലിടൽ ഉൾപ്പെടെ നാട്ടുകാർ 5-ാം വാർഡിൽ തടയുകയായിരുന്നു. പ്രശ്നപരിഹാരത്തിന് വഴി തുറക്കുന്നതിനാണ് വലിയപറമ്പ് പഞ്ചായത്ത് ഹാളിൽ യോഗം വിളിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KP വിനോദ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K ജയദീപ്, റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് സൈറ്റ് സൂപ്പർവൈസർ അക്ഷയ് സുനിൽ, പഞ്ചായത്ത് അംഗം C ദേവരാജൻ, പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KV ഗംഗാധരൻ, A മുഹമ്മദ് ഷാഫി, KV ബാലൻ, KV രാമചന്ദ്രൻ, K ബീന, P രതീഷ്, P ജുറൈസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം താലൂക്കിലെ കൊട്ലമൊഗറു വില്ലേജിൽ KJയിൽ ഭൂമി വിണ്ടുകീറിയ പ്രദേശം ജില്ലാ കളക്ടർ K ഇമ്പുശേഖർ സന്ദർശിച്ചു. ഭൂമി വിണ്ടുകീറിയത് അളന്ന് തിട്ടപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. കൊട്ലമൊഗറുവിലെ കുന്നിടിച്ചിലുണ്ടായ സ്ഥലവും കളക്ടർ സന്ദർശിച്ചു. മഴക്കെടുതി നേരിട്ട മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ പ്രദേശങ്ങൾ ജില്ലാ കളക്ടർ സന്ദർശിച്ചു. കൊട്ലമൊഗറു വില്ലേജിൽ KJയിൽ ഭൂമി വിണ്ടുകീറിയ പ്രദേശം സന്ദർശിച്ച കളക്ടർ ഭൂമി വിണ്ടുകീറിയത് അളന്ന് തിട്ടപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. കൊട്ലമൊഗറുവിലെ കുന്നിടിച്ചിലുണ്ടായ സ്ഥലവും സന്ദർശിച്ചു. പ്രദേശത്തെ 6 വീട്ടുകാർക്ക് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. ഇവർക്ക് കാലാവസ്ഥ അനുകൂലമായാൽ തിരികെ എത്തി താമസിക്കാം. ബാഡൂർ വില്ലേജിലെ അങ്കടിമൊഗറിൽ മലയോര ഹൈവേയിൽ കുന്നിടിഞ്ഞു വീണ പ്രദേശവും കളക്ടർ സന്ദർശിച്ചു. സ്കൂളിനോട് ചേർന്നുണ്ടായ മണ്ണിടിച്ചൽ വിദ്യാർത്ഥികൾ വരുന്ന റോഡിനും ഭീഷണിയാണ്. വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, തഹസിൽദാർ, KRFB ഉദ്യോഗസ്ഥർ, സ്കൂൾ ഹെഡ്മാസ്റ്റർ എന്നിവരുടെ യോഗം ചേരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറം ഫിർദൌസ് നഗർ ഗുവ്വത്തുൽ ഇസ്ലാം മദ്രസ ലൈബ്രറി ഉദ്ഘാടനം നടന്നു. മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് ഹബീബ് ഹാജി ഉദ്ഘാടനം ചെയ്തു. നെല്ലിക്കുന്ന് കടപ്പുറം ഫിർദൌസ് നഗർ ഗുവ്വത്തുൽ ഇസ്ലാം മദ്രസ ത്വരീഖുൽ ഹുദ ലൈബ്രറി ഉദ്ഘാടനം നടന്നു. മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് ഹബീബ് ഹാജി ഉദ്ഘാടനം ചെയ്തു.
സദർ മുഅല്ലിം സിദ്ദീഖ് സഅദി സ്വാഗതം പറഞ്ഞു. ഇമാം അബ്ദുൽ ഖാദർ ധാരിമി ലൈബ്രറിയെപ്പറ്റി കുട്ടികൾക്ക് ഉത്ബോധനം നടത്തുകയും ഷാഫി സഹദി കൂട്ടുപ്രാർത്ഥന നടത്തുകയും ചെയ്തു. ജനറൽ സെക്രട്ടറി അൻവർ, വൈസ് പ്രസിഡന്റ് മാമു കൊപ്ര, ഖജാൻജി മഹമ്മൂദ് പുത്തൂർ, ജോയിന്റ് സെക്രട്ടറി ഫൈസൽ കൊട്ടികെ, ഹമീദ് ബദ്രിയ, സുബൈർ പടപ്പിൽ, അൻസാരി കൊട്ടികെ, അബൂബക്കർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വല നിറച്ച് ചെമ്മീൻ. വറുതയുടെ നാളുകളിൽ നിന്ന് ചാകരക്കോളിൽ ചെറുവത്തൂർ മടക്കര തുറമുഖം. പല ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും 1000 മുതൽ 4000 കിലോ വരെ ചെമ്മീൻ ലഭിച്ചു. കടലിന്റെ മക്കളെ കടലമ്മ കൈവിടില്ലെന്ന ചൊല്ലി യാഥാർത്ഥ്യമാക്കി മടക്കര മത്സ്യബന്ധന തുറമുഖത്ത് നിന്ന് കടലിൽ പോയ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും വീണ്ടും വല നിറയെ ചെമ്മീൻ ലഭിച്ചു. തീരദേശം വറുതയിൽ നിന്ന് കരകയറുന്ന തരത്തിലാണ് ചാകരക്കോള്. പല ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും 1000 മുതൽ 4000 കിലോ വരെ ചെമ്മീൻ ലഭിച്ചു. യാനങ്ങൾ ചെമ്മീനുമായി രാവിലെ എത്തിയപ്പോൾ കിലോയ്ക്ക് 120 മുതൽ 100 രൂപ വരെ വിലയ്ക്കാണ് മൊത്തക്കച്ചവടക്കാർ ചെമ്മീൻ ശേഖരിച്ചത്. രാവിലെ 10 മുതൽ വൈകുന്നേരം 6 മണി വരെ ചെമ്മീനുമായി തുറമുഖത്തെ യാനങ്ങൾ ഇടതടവില്ലാതെ എത്തുന്ന കാഴ്ചയായിരുന്നു. കടലിലെ ചാകര കണ്ട് പലതവണ യാനങ്ങൾ കടലിലിറങ്ങി ചെമ്മീനുമായി തുറമുഖത്തെത്തിയതോടെ വില 70 രൂപയായി കുറയുകയും ലേലഹാളിലെ വിവിധ സ്ഥലങ്ങളിൽ ചെമ്മീൻ കൂനകളും ഉയർന്നു. ലേലം വിളിയും ചില്ലറ കച്ചവടക്കാരുടെ വില പറയലും കൊണ്ട് മടക്കര തുറമുഖത്ത് ആഹ്ലാദ തിമിർപ്പായിരുന്നു. ചാകരയുടെ വിവരമറിഞ്ഞെത്തിയവരെ കൊണ്ട് തുറമുഖവും ഇവരുടെ വാഹനങ്ങൾ കൊണ്ടും മൊത്ത കച്ചവടക്കാരുടെ മീൻ കയറ്റിപ്പോകാനെത്തിയ ശീതീകരണ ലോറികൾ കൊണ്ടും പാർക്കിംഗ് ഏരിയയും നിറഞ്ഞു. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതിന് ഏതാനും ദിവസം മുൻപും ചെമ്മീൻ ചാകര ഉണ്ടായിരുന്നു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന 2 കുടുംബങ്ങൾക്ക് ഭൂമി നൽകാൻ തയ്യാറായി ഭിന്നശേഷിക്കാരൻ. കോളിച്ചൽ സ്വദേശി കണ്ണങ്കോട്ടെ ജി കുഞ്ഞുമോനാണ് തന്റെ വീടിരിക്കുന്ന 20 സെന്റിന്റെ പാതി വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നൽകാൻ തയ്യാറായത്. തന്റെ സ്ഥലത്തിന്റെ പാതി വയനാട്ടിലെ 2 കുടുംബങ്ങൾക്കായി നൽകാൻ തയ്യാറായി ഭിന്നശേഷിക്കാരൻ. കോളിച്ചാൽ സ്വദേശി കണ്ണങ്കോട്ടെ ജി കുഞ്ഞുമോനാണ് തന്റെ വീടിരിക്കുന്ന 20 സെന്റിന്റെ പാതി വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നൽകാൻ തയ്യാറായത്. കള്ളാർ വില്ലേജ് ഓഫീസിൽ നിന്ന് വില്ലേജ്മാനായി വിരമിച്ച കുഞ്ഞുമോൻ, ഭാര്യ റിട്ടയേർഡ് പഞ്ചായത്ത് ജീവനക്കാരി KM ഗ്രേസി എന്നിവരുടെ കൂട്ടായ തീരുമാനമാണിത്. വയനാട്ടിലെ കുടുംബങ്ങൾക്ക് ആരുമില്ലെന്ന് തോന്നാൻ ഇടവരുത്തരുതെന്നും അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തണമെന്നും കുഞ്ഞുമോൻ പറഞ്ഞു. എനിക്ക് 20 സെന്റ് സ്ഥലം എൻ്റെയും എൻ്റെ ഭാര്യയുടെയും പേരിലുണ്ട്. ആ 20 സെന്റ് സ്ഥലത്തിന് അതിനകത്ത് നേർപകുതി 10 സെന്റ് സ്ഥലം വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന 2 കുടുംബങ്ങൾക്ക് കൊടുക്കാം. ആ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതോടൊപ്പം ആ 2 കുടുംബങ്ങളെ അവർക്ക് ഞാൻ കൊടുക്കുന്ന സ്ഥലത്ത് വീടാകുന്നവരെ പുറത്ത് അവർ വാടക കൊടുക്കാതെ താമസിക്കാനുള്ള സൗകര്യവും എൻ്റെ വീട്ടിൽ കൊടുക്കും. പക്ഷേ അവരുടെ ചെലവ് നടത്താൻ എൻ്റെ കയ്യിൽ നിർവാഹമില്ല. കാരണം എനിക്ക് കിട്ടുന്ന പെൻഷൻ 10,000 രൂപ താഴെയാണ്. അതിനകത്ത് വേണം എൻ്റെ ചികിത്സ, മരുന്ന് നോക്കണം, കൊച്ചിൻ്റെ ഇവൻ്റെ മരുന്ന് നോക്കണം, പുള്ളിക്കാരിയുടെ മരുന്ന് നോക്കണം, പിന്നെ വീട്ടു ചിലവെല്ലാം നടന്നു പോകണം അതിനകത്ത്. അപ്പോൾ അവർക്ക് ചിലവിന് കൊടുക്കുന്ന എന്നെ കൊണ്ട് നടക്കില്ല. ബാക്കി എന്ത് കാര്യത്തിനും ബാക്കി ഞാൻ ഈ സ്ഥലം കൊടുക്കുന്നുണ്ട്. അവർക്ക് അവിടെ വീട് സർക്കാർ അനുവദിച്ച് കൊടുത്തിരിക്കുന്ന വീട് ആകുന്നവരെ വേണ്ടുന്ന എല്ലാ സഹായം സർക്കാർ ചെയ്യണം. അവർക്ക് പിന്നെ ആരെയും പേടിക്കാതെ പുറത്ത് വാടക കൊടുക്കാതെ. കോളിച്ചാൽ ടൗണിന് സമീപമുള്ള സ്ഥലം നൽകുന്ന വിവരം മന്ത്രി മുഹമ്മദ് റിയാസിനെ അറിയിച്ചിട്ടുണ്ട്. വീടിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഈ കുടുംബങ്ങൾക്ക് തന്റെ വീട്ടിൽ സൗജന്യ താമസമൊരുക്കുമെന്നും കുഞ്ഞുമോൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. കേരള പ്രവാസി സംഘം പുല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷാ വിജയികൾക്ക് അനുമോദനമൊരുക്കി. SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഋഷിത സി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസികളുടെ മക്കളിൽ നിന്നും 2023-24 വർഷത്തിൽ SSLC+2 പരീക്ഷകളിൽ വിജയികളായവരെയും കേന്ദ്ര സർവകലാശാലയിൽ MSc മാത്തമാറ്റിക്സിൽ 1ാം റാങ്ക് നേടിയ പൊള്ളക്കടയിലെ അശ്വതി, പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ തിരിച്ചെത്തി വിവിധ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ച K കേളു മാക്കത്ത്, സുന്ദരൻ പുല്ലൂർ, മോഹന മാരാർ എന്നിവരെയും കേരള പ്രവാസി സംഘം പുല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. SFI കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഋഷിത സി പവിത്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് രാധാകൃഷ്ണൻ EV അധ്യക്ഷത വഹിച്ചു. സീത K, P പത്മനാഭൻ പടിഞ്ഞാറേ വീട്, V നാരായണൻ മാസ്റ്റർ, A ഷാജി എടമുണ്ട, M സുരേന്ദ്രൻ, ബിന്ദു T, ബിനു പെരളം തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി സംഘം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി മാടിക്കാൽ നാരായണൻ സ്വാഗതവും പ്രവാസി സംഘം പുല്ലൂർ വില്ലേജ് കമ്മിറ്റി അംഗം സന്തോഷ് പെരളം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
ആദ്യകാല സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായരുടെ 60ാമത് അനുസ്മരണ ദിനത്തിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. പുല്ലൂർ വണ്ണാർ വയലിൽ നടന്ന സ്മൃതി സംഗമം ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ ഉദ്ഘാടനം ചെയ്തു. ആദ്യകാല സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായരുടെ 60ാമത് അനുസ്മരണ ദിനം ആചരിച്ചു. പുല്ലൂർ ഉദയനഗർ ഹൈസ്കൂൾ സ്ഥാപിക്കാൻ രൂപവൽക്കരിച്ച സൊസൈറ്റിയുടെ പ്രഥമ പ്രസിഡന്റായിരുന്ന പി കൃഷ്ണൻ നായർ തന്റെ ജീവിതകാലത്ത് പുല്ലൂരിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരുന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി പുല്ലൂരിൽ ഒരു വായനാശാലയും പിറവിയെടുത്തിരുന്നു. വണ്ണാർവയൽ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. ഗ്രന്ഥാലയത്തിൽ സംഘടിപ്പിക്കുന്ന ഓർമ്മയുടെ 60 ഭാഗമായി നടത്തിയ ചടങ്ങിൽ പി കൃഷ്ണൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. നിരവധി പേർ പുഷ്പാർച്ചന നടത്താൻ എത്തിയിരുന്നു. തുടർന്ന് നടന്ന സ്മൃതി സംഗമം ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥാലയ കമ്മിറ്റി പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷനായി. ഈശ്വരൻ എമ്പ്രാന്തിരി, പി കുഞ്ഞമ്പു നായർ, പി കരുണാകരൻ നായർ, അനിൽ പുളിക്കാൽ, ഉണ്ണികൃഷ്ണൻ മധുരമ്പാടി, പി പരമേശ്വരൻ, ശശിധരൻ കണ്ണാങ്കൂട്ട്, വി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രന്ഥാലയത്തിൽ പുസ്തക സമർപ്പണ ചടങ്ങ് നടന്നു. നിരവധി പേർ പുസ്തകങ്ങൾ ഗ്രന്ഥാലയത്തിലേക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി. രക്ഷാദൌത്യം നിർത്തിവെക്കാനാകില്ലെന്നും തുടരണമെന്നും നിർദ്ദേശം. കാസർഗോഡ് ജില്ലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കവർച്ചാ പരമ്പര. കാസർഗോഡ് താലൂക്കിൽ ഒരാഴ്ചക്കിടെ മാത്രം 3 ഇടങ്ങളിലാണ് കവർച്ചയും കവർച്ചാ ശ്രമവും നടന്നത്. വയനാടിന്റെ അതിജീവനത്തിന് യുവതയുടെ കൈത്താങ്ങ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ സ്നേഹചായക്കട തുറന്ന് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി. തുളുനാടിന്റെ 53 തനത് ഭക്ഷണ വിഭവങ്ങൾ നിറക്കാഴ്ചയൊരുക്കിയ ആട്ടിക്കൂട്ടം നാടിന്റെ ഉത്സവമായി. പരിവാര ഭണ്ഡ്ര സംഘമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി. സംസ്ഥാനത്ത് കന്നുകാലികൾക്ക് കുളമ്പു രോഗത്തിനും ചർമ്മമുഴ രോഗത്തിനുമെതിരായ സംയുക്ത പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി. മഞ്ചേശ്വരം കെജെയിൽ ഭൂമി വീണ്ടുകേറിയ പ്രദേശം ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ സന്ദർശിച്ചു. കൊഡ്ലമൊഗറുവിലെ കുന്നിടിച്ചിലുണ്ടായ സ്ഥലവും സന്ദർശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.